ചെയ്യുന്ന ആക്ടർ, അപ്പൊ ദ ബെസ്റ്റ് ആക്ടേഴ്സിനെ നിങ്ങൾ എന്ത് പറയും? അവർ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവർ പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നാച്ചുറൽ ആക്ടിങ്, നമ്മുടെ നാച്ചുറൽ ആക്ടർ ലാലേട്ടൻ. ഞാൻ പറയട്ടെ, ഇൻ ദ ജംഗിൾ ദർ ആർ മെനി ആനിമൽസ്, കറക്റ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് വേറെ ആനിമൽസ്ക്ക് എല്ലാവർക്കും അവരായി ഹാബിറ്റാറ്റ് ഉണ്ട് ജീവിക്കാൻ. ടൈഗർ ഡസ് നോട്ട് ലിവ് ലൈക്ക് എ കൗ, കൗ ഡസൻ ലിവ് ലൈക്ക് എ ടൈഗർ. ആക്ടറിനെയൊക്കെ കൗവും ബഫലോ നിങ്ങൾ പറഞ്ഞത് അതോ നിങ്ങൾ ഒഫൻസീവ് ആയിട്ട് എടുക്കുകയാണ് സാധനം. ഞാനൊരു സാധനം പറഞ്ഞത് ക്യൂട്ട്നെസ് വാരി വിതർക്ക് സൂക്ഷിച്ചും കണ്ട് വേണം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ. കാരണം ഒരു ആക്ടർ ഈ കൗവ് കടുവ എന്നൊക്കെ പറയുമ്പോൾ, ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ സെഗ്മെന്റിലെ ടൈഗർ ഓക്കെ, അങ്ങനെ അല്ല ഞാൻ പറയട്ടെ, കൗ എന്ന് പറഞ്ഞാൽ പശു. ഓക്കെ, മലയാളം അറിയാലോ. പക്ഷെ ഞാൻ ഒരു ആക്ടറിനെ പശു അല്ല വിളിച്ചത്, ഞാൻ ഒരു കമ്പാരിസന് വേണ്ടി ഒരു എക്സാമ്പിൾ തന്നത്. അത് വലിയ അപ്പൊ നിങ്ങളൊരു കാര്യം സമ്മതിക്കുവാണോ? ആക്ച്വലി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നിങ്ങൾ സമ്മതിച്ചു? നിങ്ങളൊരു ബോൺ ആക്ടർ അല്ല. ബോൺ ആക്ടർ ആയിരിക്കും, അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു വിശ്വാസം. ഒരു മിനിറ്റ്, നിങ്ങൾ ജനിച്ചപ്പോ ബോൺ സ്റ്റുഡന്റ് ആയിരുന്നു അല്ലല്ലോ? പക്ഷെ സ്കൂളിൽ പോയല്ലോ. നിങ്ങളാണ് ചോദ്യം ചോദിക്കുന്നത്. ബോൺ സ്റ്റുഡന്റും ബോൺ ആക്ടറും തമ്മിൽ രണ്ട് വ്യത്യാസം. നിങ്ങൾ എന്ത് ഫോളിഷൻസ് ഒക്കെ? എല്ലാവരും ആക്ടേഴ്സും സ്റ്റുഡന്റ് ആണ്. എവരി ഹ്യൂമൻ ഇസ് എ സ്റ്റുഡന്റ്. യു ലേൺ സംതിങ് ഫ്രം യുവർ മോം ആൻഡ് ഡാഡ്. ആണോ അല്ലേ? സത്യാണോ അല്ലേ? നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അച്ഛനമ്മേന്ന് കയ്യിൽ നിന്നാണോ? ആണോ അല്ലേ? എന്ത് അച്ഛനമ്മയിൽ നിന്ന് പഠിക്കുന്നു? നോർമലി എവരി ഹ്യൂമൻ ഇസ് എ സ്റ്റുഡന്റ്. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? ഇൻഡിവിജ്വൽ നമ്മൾ അച്ഛനിൽ നിന്ന് മാത്രമാണോ പഠിക്കുന്നത്? അല്ല. നമ്മൾ തർക്കിക്കാനാണെങ്കിൽ തർക്കിച്ചു. ഒരിക്കലും ഇല്ല. നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇനി ആ സെയിം ചോദ്യം നേരെ വഴിക്ക് കൊണ്ടുപോകും. പക്ഷെ അത് മനസ്സിലാവുള്ളൂ. അതൊന്നും നിങ്ങളൊരു മലയാളിയാണോ? ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നാച്ചുറൽ ആക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ? നാച്ചുറൽ ആക്ടേഴ്സും അൺനാച്ചുറൽ ആക്ടേഴ്സ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും എല്ലാ രീതിക്ക് അവരുടേതായ ഒരു സ്റ്റൈലിൽ ആക്ട്. മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിക്കണ്ട, മലയാളിയായിട്ട് ചോദിക്കണ്ട, ഒരു ഇന്ത്യൻ ആയിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾ കേരളീയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ത്യയിലല്ലേ മലയാളി ജീവിക്കുന്നത്? പക്ഷെ നിങ്ങൾ എന്തിനാ മലയാളി, സൗത്ത് ഇന്ത്യൻ, തമിഴി, തങ്ങളി, ബീഹാരി, ബംഗാളി പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇന്ത്യ യൂണിറ്റി ഡൈവേഴ്സിറ്റി ആണ്. നമ്മൾ അങ്ങനെ പറഞ്ഞേ പറ്റൂ. അപ്പൊ തമിഴുണ്ട്, കന്നഡികയുണ്ട്, മലയാളിയുണ്ട്, എല്ലാവരും ഉണ്ട്. മനസ്സിലായോ? അതങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. പറയായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു മലയാളി, ആര്യൻ ഇന്ത്യനേക്കാൾ കൂടുതൽ ഞാനൊരു മലയാളിയാണ്, നിങ്ങളുടെ മലയാളി. അപ്പൊ നിങ്ങൾ മലയാളി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ എല്ലാ മലയാളികളെ അപമാനിക്കുന്നതാണ്. നിങ്ങൾ മലയാളികളാണ്, നിങ്ങൾ അപമാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇന്ത്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന നിങ്ങൾ ഇന്ത്യൻസ് ആണോ കൂടുതൽ വില, അല്ലെങ്കിൽ മലയാളിയാണോ കൂടുതൽ വില? നിങ്ങൾക്ക് സോറി, ഇന്ത്യൻസ് ആണോ കൂടുതൽ വില? യു ഫീൽ ഇന്ത്യൻ ഐ ഷുഡ് ബി കോൾഡ് ആസ് എൻ ഇന്ത്യൻ ഓർ ഷുഡ് ബി കോൾഡ് ആസ് എ മലയാളി? പുറത്തു പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ എന്നല്ലേ പറയുന്നത്? രാജ്യത്തിന് ഞാനൊരു മലയാളി എന്ന് പറയും. ബോധമുള്ള എല്ലാ ഇന്ത്യൻസിനും അറിയാം മലയാളി എവിടെയാണ് താമസിക്കുന്നത്. ലണ്ടനിലല്ലോ കേരളം ഉള്ളത്, ഇന്ത്യയിലല്ലേ കേരളം ഉള്ളത്. സോറി, അത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വെച്ചു ഇന്ത്യ അല്ല. നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ അങ്ങനെ തന്നെ തോന്നും. ഭയങ്കര വലിയ പോയിന്റ് ആയിരിക്കും. സൗണ്ട് മാത്രമേ ഉള്ളൂ, സെൻസ് ഇല്ല. എനിക്ക് മനസ്സിലായി, സെൻസ് ഇല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ആക്ടേഴ്സിനെ കൗവായിട്ടും ഈ പറയുന്ന വിളിച്ചിട്ടില്ല. ഞാനൊരു കമ്പാരിസൺ തന്നാ, കമ്പാരിസൺ തരുമ്പോ നമുക്ക് എന്ത് എക്സാമ്പിൾ വേണമെങ്കിൽ എടുക്കാം. കമ്പാരിസൺ എന്തെല്ലാം കാര്യങ്ങൾക്ക് കമ്പയർ ചെയ്യാമായിരുന്നു? നിങ്ങൾക്ക് മറ്റു നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. ബോൺ ആക്ടിങ് ചോദിക്കുമ്പോഴത്തേക്ക്, നാച്ചുറൽ ആക്ടിങ് ചോദിക്കുമ്പോൾ പശുവിനെ ആടിനെയൊക്കെ കമ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ സെൻസിറ്റീവ്, നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്, നോട്ട് സെൻസിബിൾ എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാം. Your question does not make any sense. When I'm giving an answer to your question, that answer is making sense, but you're making ആണ്. This is not നിങ്ങൾ അറ്റാക്കിംഗ് ആണ്. അല്ല, നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചോദിച്ചു? നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ആണുള്ളത്, അതിനകത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ടാണ്. ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിൽ വരാം. അപ്പൊ നിങ്ങൾ സെൻസിബിൾ ആണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും നേരത്തെ നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന്. ഓക്കെ, നിങ്ങൾക്ക് അതാണ് വിചാരം എന്റെ കുറിച്ച്? ഞാൻ പൊതുജനം എന്നല്ല പറഞ്ഞത്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല പറയുന്നത്. നിങ്ങളൊരു ആക്ടർ ആണെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ? നിങ്ങൾ സിനിമയിലേക്കോ അല്ലെങ്കിൽ സീരിയലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓക്കെ ഫൈൻ, ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ ഒരു നായകനോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനായകനോ ഐ മീൻ വില്ലൻ നായകൻ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, സ്വഭാവമായിട്ട് പൊതുജനം കാണുന്ന ഒരു വ്യക്തി, പബ്ലിക്കിന്റെ മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്വഭാവമായിട്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് വല്ലാതെ ഒളിച്ചോടേണ്ടി വരുമല്ലോ. എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു, ADHD ആണ്. കുറച്ച് സംസാരത്തിൽ കുറച്ച് സൗണ്ട് കൂടും. ശരി, ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ആര്യൻ എന്നല്ലേ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ മലയാളിയും ആര്യനും ആയതുകൊണ്ട് ചോദിക്കുകയാണ്, മലയാളി ആസ് വെൽ ആസ് ഇന്ത്യൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ത്യൻ, മലയാളി, ആര്യൻ അങ്ങനെ ചോദിക്കണം. ഓ, അതിപ്പോ ഞാനല്ലേ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ രീതിയിലല്ലേ? നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഞാനാണ് ഇവിടെ ഹോസ്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പൊ അത് സമ്മതിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ മീൻസ് കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാക്ട് കേട്ടോ. കോക്കനട്ട് ഓയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാലോ. നിങ്ങൾ നാട്ടിലല്ലേ പഠിച്ചത്? ഇവിടെ കൊച്ചിയിൽ തന്നെയാണോ പഠിച്ചത് വളർന്നതൊക്കെ?
എന്റെ സ്കൂളിൽ അങ്ങനെ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ കണ്ടിട്ടില്ല, വെളിച്ചെണ്ണ അറിയില്ല. കണ്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കേരളത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മിക്ക ആഹാരങ്ങളും വെളിച്ചെണ്ണ വേണം. സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒരു സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കണം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കുക്കിംഗ് അല്ല എടുത്തത് സ്കൂളിൽ. അല്ല, അത് ശരി. കുക്കിംഗ് അറിയാവുന്നവർ മാത്രമാണ് വെളിച്ചെണ്ണ കുറിച്ച് അറിയുന്നത്. എല്ലാ പച്ച മലയാളികൾക്കും, അല്ലെങ്കിൽ പോട്ടെ പച്ച മലയാളം വേണ്ട, സൗത്ത് ഇന്ത്യൻസിന് മാറ്റ ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലുള്ള ഒരു വൃക്ഷമാണല്ലോ, കേരവൃക്ഷമാണ്. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെ, വളരെ നാണക്കേടാണ്. കാരണം നിങ്ങളൊരു പ്രൈവറ്റ് 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? 1 കിലോ അരിക്ക് എന്താണ് വില? ഏതാ റൈസ്? 5 വെറൈറ്റി ഉണ്ട്, ബാസ്മതി ഉണ്ട്, ഇതുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ബാസ്മതി അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് ചാക്കരി, കുത്തരി അങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല, ഇവിടെ ബാസ്മതി ഉണ്ട്. ഓക്കെ, ബാസ്മതിക്ക് എത്ര വില? ബാസ്മതിക്ക് എന്തിനാ ഞാൻ പറയുന്നത് നിങ്ങളുടെ വില? ഓ, അത് ശരി. ഉത്തരം റൈസ് ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ വേണം. കാസർഗോഡില് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് സംഭവിക്കാം. ഞാൻ ചോദിക്കട്ടെ, കാസർഗോഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ബീഫിന് എത്ര വില അറിയോ? എല്ലാ ആളുകൾക്ക് അറിയാം. ബ്രെഡിനെ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് മലയാളി